ചായ ഇന്ന് ചായ കുടിക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? 5 മണി കേട്ടോ. 5 മണി. അനിയേട്ടനേ പാല് വാങ്ങാൻ പോയിട്ടേ അവിടെ നിന്നിട്ടില്ലേ നാട്ടു വർത്താനം പറഞ്ഞിരുന്നു നോക്കുക. എന്താന്നറിയോ നാട്ടു കറക്കണ്ട എന്താണ് പാല് കറന്നാവണ്ടേ? അപ്പോഴേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇന്നലെ നമ്മള് നമ്മുടെ സാരികളുടെ ഓർഡർ എടുത്തില്ലേ, അതില് നമ്മള് ഫസ്റ്റ് വാങ്ങിയത് കണ്ണൂരിന്ന് പ്രേമവല്ലി പറഞ്ഞ ടീച്ചറാണ് കേട്ടോ വാങ്ങിയത്. കണ്ണൂർക്ക് പോയി ഫസ്റ്റത്തെ. അപ്പൊ നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ, ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നല്ല, ഇതിൽ ഇതാണ്ടോ ഇത് അച്ചുട്ടിയെ ഇങ്ങനെ തരാം. അപ്പൊ തരാം, അച്ചമ്മക്കല്ലേ. കടല. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ എന്നത് നമുക്ക് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. ടീച്ചറാണ്, ഹെഡ് മിസ്റ്റർ ആണ് തന്നത്. എന്താ സൗണ്ടൊക്കെ കേൾക്കുമ്പോ ഈ പ്രസിക്കുട്ടിയെ പറഞ്ഞിട്ട് എടുക്കണത്. സൂര്യ കുറച്ചു നേരം ഫോൺ അവിടെ വെച്ചാ. സൂര്യക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ചോറില്ലെങ്കിൽ അവള് ജീവിക്കും. ആ ഫോണ് ചാർജ് ചെയ്യാൻ പറ്റക്ക. ഇന്ന് കോങ്ങാട് പോണം, കോങ്ങാട് പോയിട്ട് ഇഡ്ലി കടയിൽ കയറണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അനിട്ട് പറയണേ ചിറി അരിക്കുളിക്കാണ്ട് മുണ്ടാതിരുന്നാന്ന്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയാറുണ്ടോ ചിറി അരിക്കുളിക്കുക എന്നുള്ളത്? ഇവിടെ ഫാൻസി ഇതാണ്ടോ. ഇത് അനിയട്ടൻ വാങ്ങിയതാണ് കേട്ടോ. പാത്രങ്ങള് വെക്കാൻ വേണ്ടിട്ട്. പക്ഷെ കുറച്ച് വലുത് വേണമായിരുന്നേ. ഈ അനിയട്ടൻ അതില് സൈസ് അറിയില്ല. ഞാൻ ചോദിച്ചപ്പോ അത്ര ഒരുപാട് പാത്രം വെക്കണ്ടാവും വിചാരിച്ചു. വലുത് വാങ്ങി കഴിഞ്ഞാൽ അവിടെ വെക്കുക. കിട്ടി നോക്കുമ്പോ പ്ലേറ്റുകള് വെക്കാല്ലേ, 5 പ്ലേറ്റ് വെക്കാനേ പറ്റുള്ളൂ. ചോറിന് പ്ലേറ്റും കറി പ്ലേറ്റും വെക്കുമ്പോഴേക്ക് പിന്നെ എന്താ മിക്സി വെക്കാനുള്ള ബാക്കി തന്നെ സ്പൂണുകള് എവിടെ മിക്സി വെക്കുന്നത്? മിക്സിയുടെ ജാറ് 2 വെച്ച് വെക്കും കഴിഞ്ഞു. ഒന്നുകൂടെ അതന്നെ. അത് അല്ല, ഇത് ഫുൾ. അതില് ഒരു കാര്യം അറിയാം, അതിൽ വെച്ചിട്ട് വെള്ളം പോയി ഫുള്ള് വെള്ളം വറ്റി കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ എടുത്തിട്ട് ഇതിന്റെ മേലേക്ക് വെക്കുക. കഴുകുന്ന പാത്രങ്ങൾ മാത്രം അത് ഉണങ്ങുന്നത് വരെ അതിൽ വെക്കുക. അപ്പൊ ഈ വലുപ്പം ധാരാളമാണ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അതില് സാധനങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ അങ്ങനെ നോക്കിയാ കറക്റ്റാ. ഒന്നും പേടിക്കണ്ട. അങ്ങനെ നോക്കിയല്ലേ? കലവില പറയണ്ട ചക്കോ. പൊന്നു ഉപ്മാവ് വന്നിട്ട് തന്നില്ലല്ലോ. തന്നില്ലല്ലോ പൊന്നു ഉപ്മാവ്. പൊന്നി അച്ഛക്ക് ഉപ്മാവ് തന്നില്ലല്ലോ. പിന്നെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് ആർക്ക് കൊണ്ടുവന്നോ? അമ്മ കഴിച്ചു. പൊന്നു ദിവസം ബാക്കി. അയ്യോ, അതിലങ്ങനെ ഒക്കെ ഇടുന്നില്ലത്. പ്ലാസ്റ്റിക്കിന്റെ ചെടിയുള്ളതല്ലോ. ചെടിയില് മറക്കരുത്. അല്ല, ഒരു ചെടി പൊട്ടിച്ചു. കാപ്പിയല്ല, ചായയില് പൊടി കുറച്ച് കമ്മി. പൊടി വേണം, അല്ലാണ്ട് വെച്ചിട്ട് നടക്കില്ല. നാടാവും പൊടി ഇല്ലെങ്കിൽ ചായ, പാലും പൊടി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ചായ കുടിക്കുന്നത്? കുടിക്കാതിരുന്നോടി. ചായ കുടിക്കുന്നല്ലേ അതിന് ഉറപ്പിക്കാം. കുട്ടികൾക്ക് കടുപ്പം കുറഞ്ഞാലും വലിയവർക്ക് കടുപ്പം കുറഞ്ഞാൽ പറ്റില്ല കേട്ടോ. സമ്മതിക്കില്ല. കുട്ടികൾ സമ്മതിക്കുക, ഞാൻ സമ്മതിക്കുക. നിങ്ങൾ തീരെ സമ്മതിക്കാത്ത. ബാക്കിയുള്ളവരൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കും. ചായ കുടിക്കുമ്പോ ചായ കുടിച്ചെന്ന് തോന്നട്ടെ, അല്ലെങ്കിൽ ചുക്കുവെള്ളം കുടിച്ചാ പോരെ. 4 മണിക്ക്. അത് ശരിയാ. പുറത്ത് നല്ല മഴ, നല്ല ചായ. എങ്ങനെയുണ്ട്? ഇന്നലെ ഈ സമയത്തൊക്കെ അല്ലേ കറണ്ട് ഇല്ലാണ്ട് കെതിയൊട്ടൊക്കെയാണ്. അമ്മുട്ടി മൂടി പുറത്തിച്ച് കിടന്നുറങ്ങണോക്ക്. അച്ഛനിക്ക് ചായ വേണ്ടല്ലോ. വേണോ? പിന്നല്ലേ ഇതാ നമ്മുടെ ഇത്രയും സാരികളിൽ ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ.
ഇനിയുണ്ട്. അപ്പോൾ വേണ്ടവരില്ലേ വേഗം ഓർഡർ ചെയ്തോളൂ ഉണ്ട് കേട്ടോ. സെറ്റ് സാരി സെറ്റ് മുണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാദാ സാരിയില്ലേ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. നാളെ രാവിലെ സാദാ നമ്മുടെ സാരികളില്ലേ ഫാൻസി സാരിയൊക്കെ നാളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ഇതിൻ്റെ നമ്മൾ തുടക്കക്കാരായതും കൊണ്ട് അതിൻ്റേതായ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഒരു ഫോണാണ് പറഞ്ഞാൽ വന്നുകൊണ്ടേയിരിക്കും, കോളുകൾ വന്നുകൊണ്ടേയിരിക്കും, വാട്സപ്പിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കാനും ഇതിനൊക്കെ നിൽക്കുമ്പോൾ എന്നാലും ഇതാ ഈ സാരിയൊക്കെ ഇല്ലേ കാണാൻ എന്ത് ഭംഗിയുള്ള സാരികളാക്കണ്ടോ. എല്ലാവരും പിന്നല്ലേ സെലക്ഷൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അല്ലേ. പക്ഷെ ഫസ്റ്റ് സാരി ഓർഡർ പോയതില്ലേ സെറ്റ് മുണ്ടാട്ടോ പോയത് ഫസ്റ്റത്തെ. നമ്മുടെ ഏത് സെറ്റ് മുണ്ട് എന്നറിയോ? അയ്യോ അത് പോയോ. ഇത് നമ്മുടെ മയില്. ഈ മയിലില്ലേ ഈ സെറ്റ് ഇതിൻ്റെ ഒരു നീല കളറാണ് കേട്ടോ, കറുപ്പ് കളറാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനിത് എടുക്കുന്ന സമയത്ത് ഞാൻ അനിയൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതിൽ വർക്ക് ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടാവില്ലേന്ന്. പക്ഷെ ഈ സെറ്റ് മുണ്ടാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടമായത് പെട്ടെന്ന് ഓർഡർ പോയത് അതാണ്. പിന്നെ ഈ ഒരു സാരി കുറേ പേര് ചോദിച്ചു കേട്ടോ. ഈ സാരി ആകെ ഒറ്റൊന്നേ ഉള്ളൂ, ബാക്കി പോയി. കാരണം നമ്മൾ ഇത് ചെയ്യുമല്ലോ എന്തെന്നറിയോ, അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴും കൂടി ഈ സാരി പോയിരിക്കണു. ഇങ്ങനത്തെ 5 എണ്ണം വേണം 8 എണ്ണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ കിട്ടാൻ ഒരു വഴിയില്ല. ഇതിൻ്റെ ഈ വർക്കൊക്കെ കണ്ടോ നല്ല രസമല്ലേ അല്ലേ. ടിഷ്യൂ സാരി അപ്പോഴേ വാങ്ങിയിരുന്നു. അപ്പൊ കിട്ടിയത് ഏതാണ് ആർക്ക് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. അതെ ഓരോരുത്തർക്കും ഓരോ അതുകൊണ്ട് ഇനി എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴത്തെ ഒരു ഐഡിയ വെച്ചെടുക്കാനോ. ഇതില് പേരുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മറച്ച് ഇട്ട് ആക്കണത്, അല്ലാതെ വേറെ അല്ല. ഇനി നമ്മളെന്തിനാ അവരുടെ അഡ്രസ്സ് കാണിക്കുന്നത് വിചാരിച്ചു. പിന്നെ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇങ്ങനെ വർക്ക് വരുന്നത്. അങ്ങനെ പിടിച്ചാലോ? ഇതാ കണ്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ്. എനിക്ക് ഈ സാരിയിൽ ഇഷ്ടമായതില്ലേ ഇതാ ഈ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളറും കറുപ്പും അത് ഭയങ്കര ഇഷ്ടമായി. ഏത് ഇതല്ലേ? പിന്നെ ഈ ബ്ലാക്ക് കുറേ പേര് ചോദിച്ചു കേട്ടോ. കുറേ പേര് ചോദിച്ചാണ് നമ്മുടെ കയ്യിൽ കുറച്ച് ഇത് ബ്ലാക്ക് അതിനധികം നമ്മൾ എടുത്തില്ല. നമുക്ക് എന്താ പറഞ്ഞ വെച്ചാൽ അറിയില്ലല്ലോ, നമ്മൾ തുടക്കക്കാരായതും കൊണ്ട് പാക്കിങ്ങിൻ്റെ പണി. ഇത് ഇവിടെയൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ. വീതിയിലുള്ള സെറ്റ് മുണ്ടാണ്. അപ്പോൾ എക്സ്ട്രാ ലെങ്ത്ത് കൂടുതലാണെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്ന് നമുക്ക് മടിച്ച് മാറ്റണമല്ലോ. നിങ്ങളിങ്ങനെ സാരികളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വേണ്ടേ ഒന്ന് മാറ്റില്ലേ. അനിയൻ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കോള് വരും. ചിലവര് മറുപടി കൊടുക്കാതെ അപ്പോൾ അത് കാരണം പിന്നെ എല്ലാവരും വേണ്ടവരൊക്കെ വാങ്ങുക കേട്ടോ. നമ്മൾ തുടക്കക്കാരായതും കൊണ്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി പകുതി മുക്കാലും കാണിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെയും പറയുകയാണ് എന്താ വെച്ചാൽ നമ്മളെ പോലുള്ള ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും സെലക്ഷൻ നന്നായിട്ടുണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും നമ്മൾ ഓണക്കോടി എടുക്കുമ്പോൾ അത് ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുക അല്ലേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ഞാൻ പറഞ്ഞില്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നാളെ നമുക്ക് കൊറിയർ അയക്കണം. നാളെ ശനിയാഴ്ചയല്ലേ, അപ്പോൾ പെട്ടെന്ന് കിട്ടുക. ഓണം ഇനി ആവാറായില്ലേ, പെട്ടെന്ന് കിട്ടാച്ചിന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ, എങ്ങനെയാണ് നിങ്ങളിത് കൊടുക്കണത് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ റേറ്റ് വരുന്നത് നമ്മുടെ ഫ്രീ ഡെലിവറിയാണ് കേട്ടോ. നമ്മൾ കയ്യിൽ കിട്ടും ലേട്ടാ. നമ്മൾ ഓരോന്നിനും ഓരോ റേറ്റ് അല്ലേ, കയ്യിൽ കിട്ടും.
പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ കോങ്ങാട് പോവച്ചാലും കല്ലടിക്കോട് പോവച്ചാലും 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ കൊറിയർ അയക്കുകയാണോ വെച്ചാലും പോസ്റ്റൽ വഴി അയക്കുകയാണോ വെച്ചാൽ നമുക്ക് വഴി അയച്ചു കഴിഞ്ഞാൽ നേരിട്ട് വീട്ടിലെത്തും. കൊറിയർ ആകുമ്പോൾ വീടത്തില്ല, പോയി വാങ്ങേണ്ടി വരും. അപ്പോൾ അത് വേണ്ട, പറ്റില്ലല്ലോ. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റൽ വഴി തന്നെ അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ കോങ്ങാട് വിളിക്കുമ്പോൾ നാളെ വരാം മറ്റന്നാൾ വരാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ലാസ്റ്റ് ആ ചേച്ചി വിളിച്ചിട്ട് നമ്മളെ ചീത്ത പറയും, നിങ്ങൾ എന്താ വരാത്തത്. പോസ്റ്റൽ വഴി അയക്കുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും, ആപ്ലിക്കേഷൻ ഫില്ലാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൊറിയർ ആകുമ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. അവിടെ പോയി കൊണ്ടു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെ തീരുമല്ലോ. കാരണം അങ്ങനെ ചെയ്യുന്നൊക്കെ തോന്നുന്നു, അറിയില്ല. നമുക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ പോയത് അങ്ങനെയല്ലേ, ഒക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയി വരാൻ എളുപ്പം പാർസൽ ഇതിലാണ്, കൊറിയറിലാണ്. പക്ഷെ എന്താ വെച്ചെങ്കിൽ അത് വീടത്തില്ല. അപ്പോൾ നമുക്ക് സൗകര്യം നോക്കിയിട്ട് കാര്യമില്ല. സോനിയ പൊന്നും ഉറക്കം വന്നപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. എന്താ വെച്ചാൽ അവർക്കും തുടക്കം നമുക്കും തുടക്കം. കാരണം ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുമ്പിൽ നിൽക്കുന്ന വേണം. പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് തന്നെ ഏട്ടന് കുറച്ച് ഐഡിയ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പോണത്. ഏട്ടന് ഐഡിയ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുന്നത് ഞങ്ങൾ ബബ്ബ അടിക്കും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതിന് വേണ്ടി കുഞ്ചൂസ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. അതിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോസുകൾ ഇടാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാട്സപ്പ് ഉണ്ടാക്കി. കാരണം കൂട്ടുകാർക്ക് നമുക്ക് മെസ്സേജ് ഇടാനും കാര്യങ്ങളും. അപ്പോൾ കുറേ കൂട്ടുകാർ വിളിച്ചിട്ട് എന്താ ഫോട്ടോസ് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്താണ് പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിംഗ് ചാർജും കൂടി കൂട്ടിയിട്ടാണെങ്കിൽ എന്തെങ്കിലും കണ്ടല്ലോ പലതിനും പല റേറ്റുകളല്ലേ. ഇപ്പോൾ ഓരോ ഡിസൈനിനും പല റേറ്റുകളാണ് വരിക, ഒരേ റേറ്റ് അല്ലല്ലോ വരിക. അപ്പോൾ സെറ്റ് മുണ്ടാണോ വെച്ചാലും സെറ്റ് സാരി ആണോ വെച്ചാലും നമ്മുടെ സാധാ സാരി ആണോ വെച്ചാലും അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതാണ് നിങ്ങളോട് നമ്മൾ വാട്സപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. വാട്സപ്പ് എത്ര ഇതിൻ്റെ വില എന്നുള്ളത് ആവശ്യക്കാരല്ലേ അറിയുള്ളൂ. അപ്പോൾ അതന്നെ പറയുന്നത്, എല്ലാവരും അറിഞ്ഞ് കളിയാക്കാന്നല്ലാണ്ട് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതല്ലാണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും വാങ്ങും, മുന്നിലേക്കല്ലേ വില എത്തിക്കേണ്ടത്. കാരണം നമ്മളൊന്ന് അതാ പറയണേ, കുറേ അമ്മമാരെ ചില അമ്മമാരൊക്കെ വിളിച്ചിട്ട് മക്കൾ 5-ാം തീയതി പൈസ ഇട്ട് തരും കേട്ടോ, 2-ാം തീയതി പൈസ ഇട്ട് തരും കേട്ടോ, വാങ്ങാട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇത് മാത്രമാണ് നമുക്ക് പറയാനുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ കൂടെ സപ്പോർട്ട് കേട്ടിട്ട് ഒരു കാര്യത്തേക്ക് ഇറങ്ങിയിട്ട് അത് വിജയിക്കാതെ പോയത് നമ്മൾ നിങ്ങളെ പ്രതീക്ഷയാണ് നമ്മളൊരു വാക്ക് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല എന്താ വെച്ചാൽ ഇത് നമ്മൾ എപ്പോഴും പറയണ പോലെ ഞങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ടാണ് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ അവരെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. അതും വിജയിച്ച് കണ്ടാലാണ് നമുക്കും ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് ശ്രമിച്ചു വിജയിച്ചു എന്ന് പറയുമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് വിശേഷം. കാരണം എന്താണെന്നറിയോ, ഇന്ന് ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ എന്താ അങ്ങോട്ട് എടുത്തേക്കലും ഇങ്ങോട്ട് എടുത്തേക്കലും അങ്ങനെ കാര്യങ്ങൾ. പിന്നെ അടുത്തുള്ള ആൾക്കാരോടാണെന്ന് വെച്ചാൽ നമ്മൾ പറയണമല്ലോ അങ്ങനൊരു കാര്യം തുടങ്ങുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയായിട്ട് പോയിട്ടോ. അപ്പോഴേ നാളെ കാണാമല്ലോ.